ഹായ് എവ്രി വൺ. സിവിൽ സർവീസിലെ ലാർജസ്റ്റ് ഗ്രൂപ്പ് എ സെൻട്രൽ സർവീസ് ആയിട്ടുള്ള ഇന്ത്യൻ റവന്യൂ സർവീസിലെ കരിയർ പ്രോസ്പെക്ട്സും അവരുടെ ഡെസിഗ്നേഷൻസും പേ സ്കെയിലുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലാർജസ്റ്റ് ഗ്രൂപ്പ് എ സെൻട്രൽ സർവീസ് ആയതുകൊണ്ട് തന്നെ മറ്റു സർവീസുകളേക്കാൾ കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ പ്രോഗ്രഷൻ അല്ലെങ്കിൽ കരിയർ പ്രോസ്പെക്റ്റ് ഇന്ത്യൻ റവന്യൂ സർവീസിൽ ലഭ്യമാണ്. ഒരു IRS ഓഫീസർക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇൻ്റലിജൻസ് ബ്യൂറോ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ഏജൻസികളിൽ റിക്രൂട്ട് ചെയ്യപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ CBDT അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡിറക്റ്റ് ടാക്സിൻ്റെ ചെയർപേഴ്സൺ ആവുക, ഇൻകം ടാക്സ് ഓംബുഡ്സ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ലഭിക്കുന്നതാണ്. വിവിധ മന്ത്രാലയങ്ങളിലും അതുപോലെ തന്നെ IRS ഓഫീസേഴ്സിന് വിവിധ മന്ത്രാലയങ്ങളിൽ സെർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ദേ വിൽ ആൾസോ ഗെറ്റ് ഓവർസീസ് പോസ്റ്റിംഗ്. ഇനി നമുക്ക് ഇന്ത്യൻ റവന്യൂ സർവീസിലുള്ള ഡെസിഗ്നേഷൻസും അവരുടെ പേ ഗ്രേഡും എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ബ്രാഞ്ചിലുള്ള IRS ഓഫീസേഴ്സിൻ്റെ പേ ഗ്രേഡും അവരുടെ ഡെസിഗ്നേഷനും ഇന്ത്യൻ ഗവൺമെൻറ്റിലുള്ള അവരുടെ പൊസിഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു IRS ഓഫീസർ ട്രെയിനിങ് കഴിഞ്ഞ് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ബേസ് പേ ലെവൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ബേസ് പേ ഗ്രേഡ് എന്ന് പറയുന്നത് ജൂനിയർ ടൈം സ്കെയിലായിരിക്കും. ഈ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ വരുന്നത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് സെൻട്രൽ GST ഓർ കസ്റ്റംസ് എന്നതായിരിക്കും. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ലെവൽ പൊസിഷൻ ആയിരിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിൽ അദ്ദേഹത്തിന് ലഭിക്കുക. കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് IRS ഓഫീസറുടെ ഡെസിഗ്നേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഡെസിഗ്നേഷൻസിൽ സെൻട്രൽ GST അല്ലെങ്കിൽ കസ്റ്റംസ് വെച്ചിട്ട് നമ്മൾ പൊസിഷൻ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് സീനിയർ ടൈം സ്കെയിലിലെത്തുന്ന ഒരു IRS ഓഫീസറുടെ പൊസിഷൻ വരുന്നത് അണ്ടർ സെക്രട്ടറി ലെവൽ പൊസിഷൻ ആയിരിക്കും. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് സെൻട്രൽ GST ഓർ കസ്റ്റംസ് ആയിരിക്കും ഡെസിഗ്നേഷൻ ആയിട്ട് വരുന്നത്. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡിലെത്തുന്ന ഒരു IRS ഓഫീസറുടെ ഡെസിഗ്നേഷൻ വരുന്നത് ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് സെൻട്രൽ GST ഓർ കസ്റ്റംസ് ആയിരിക്കും. ഡെപ്യൂട്ടി സെക്രട്ടറി ലെവൽ പോസ്റ്റ് ആയിരിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ഉണ്ടാവുക. ഇനി ഒരു IRS ഓഫീസർ സെലക്ഷൻ ഗ്രേഡിലെത്തുന്ന സമയത്ത് ഡയറക്ടർ ലെവൽ പോസ്റ്റ് ആയിരിക്കും അദ്ദേഹത്തിന് ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ലഭിക്കുന്നത്. അഡീഷണൽ കമ്മീഷണർ ഓഫ് സെൻട്രൽ GST അല്ലെങ്കിൽ കസ്റ്റംസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ വരിക. ഇനി ഒരു IRS ഓഫീസർ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡിൽ എത്തുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വരുന്നത് ജോയിൻറ്റ് സെക്രട്ടറി ലെവലിലായിരിക്കും. ഡെസിഗ്നേഷൻസ് എന്ന് പറയുന്നത് കമ്മീഷണർ ഓഫ് സെൻട്രൽ GST ഓർ കസ്റ്റംസ് അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ ആയിരിക്കും. ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡിലെത്തുന്ന ഒരു IRS ഓഫീസറുടെ പൊസിഷൻ വരുന്നത് അഡീഷണൽ സെക്രട്ടറി ലെവൽ പോസ്റ്റ് ആയിരിക്കും. പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് സെൻട്രൽ GST ഓർ കസ്റ്റംസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ വരുന്നത്. ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡിന് മുകളിലുള്ള പേ ഗ്രേഡിലെത്തുന്ന IRS ഓഫീസറുടെ ഡെസിഗ്നേഷൻ വരുന്നത് ചീഫ് കമ്മീഷണർ ഓഫ് സെൻട്രൽ GST ഓർ കസ്റ്റംസ് അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ആയിരിക്കും. സ്പെഷ്യൽ സെക്രട്ടറി ലെവൽ പോസ്റ്റ് ആയിരിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിൽ അദ്ദേഹത്തിന് ഉണ്ടാവുക. ഒരു സർവീസിൻ്റെ ഏറ്റവും ഉയർന്ന പേ ഗ്രേഡ് ആയിട്ടുള്ള അപ്പെക്സ് ലെവലിലെത്തുന്ന ഒരു IRS ഓഫീസറുടെ പൊസിഷൻ എന്ന് പറയുന്നത് സെക്രട്ടറി ലെവൽ പോസ്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ വരുന്നത് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് സെൻട്രൽ GST ഓർ കസ്റ്റംസ്, ചെയർപേഴ്സൺ ഓഫ് CBIC, മെമ്പർ ഓഫ് CBIC അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ഇൻകം ടാക്സ് ബ്രാഞ്ചിലുള്ള IRS ഓഫീസറുടെ ഡെസിഗ്നേഷൻസും പേ ഗ്രേഡും കൂടി ഒന്ന് പരിചയപ്പെടാം. നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് ബ്രാഞ്ചിലുള്ള IRS ഓഫീസറും തൻ്റെ സർവീസ് ആരംഭിക്കുന്നത് ജൂനിയർ ടൈം സ്കെയിൽ വെച്ചിട്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ വരുന്നത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്നതായിരിക്കും. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ലെവൽ പൊസിഷൻ ആയിരിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ഉണ്ടാവുന്നത്. പിന്നീട് സീനിയർ ടൈം സ്കെയിലാകുന്ന ഒരു IRS ഓഫീസറുടെ പൊസിഷൻ വരുന്നത് അണ്ടർ സെക്രട്ടറി ലെവലും ഡെസിഗ്നേഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നതുമായിരിക്കും. ഒരു IRS ഓഫീസർക്ക് ഡെപ്യൂട്ടി സെക്രട്ടറി ലെവൽ പോസ്റ്റ് ലഭിക്കുന്നത് അദ്ദേഹം ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡ് പേ ഗ്രേഡിലാകുന്ന സമയത്താണ്. ഈ സമയത്ത് വരുന്ന ഡെസിഗ്നേഷൻസ് എന്ന് പറയുന്നത് ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നതാണ്. സെലക്ഷൻ ഗ്രേഡിലെത്തുന്ന ഒരു IRS ഓഫീസറുടെ ഡെസിഗ്നേഷൻ വരുന്നത് അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഡയറക്ടർ ലെവൽ പോസ്റ്റുമായിരിക്കും. ജോയിൻറ്റ് സെക്രട്ടറി ലെവൽ പോസ്റ്റ് ലഭിക്കുന്ന ഒരു IRS ഓഫീസറുടെ ഡെസിഗ്നേഷൻ വരുന്നത് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേ ഗ്രേഡ് അപ്പോൾ വരിക സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡ് ആയിരിക്കും.
ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡിൽ വരുന്ന ഒരു IRS ഓഫീസറുടെ ഡെസിഗ്നേഷൻ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അഡീഷണൽ സെക്രട്ടറി ലെവലിലുമായിരിക്കും. ഇനി ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡിന് മുകളിലുള്ള പേ ഗ്രേഡിലെത്തുന്ന ഒരു IRS ഓഫീസറുടെ പൊസിഷൻ വരുന്നത് സ്പെഷ്യൽ സെക്രട്ടറി ലെവൽ പോസ്റ്റ് ആയിരിക്കും. ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ ആയിരിക്കും ആ ഒരു സമയത്ത് IRS ഓഫീസർക്ക് ഉണ്ടാവുക. ഏറ്റവും ഉയർന്ന പേ ഗ്രേഡ് ആയിട്ടുള്ള അപ്പെക്സ് ലെവൽ പേ ഗ്രേഡ് എത്തുന്ന ഒരു IRS IT ഓഫീസറുടെ പൊസിഷൻ വരുന്നത് സെക്രട്ടറി ലെവൽ പോസ്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ആ സമയത്ത് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, CBDT ചെയർപേഴ്സൺ, മെമ്പർ ഓഫ് CBDT അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ദ CEIB എന്ന് പറയുന്നതായിരിക്കും. ഇന്ത്യൻ റവന്യൂ സർവീസിലെ കരിയർ പ്രോസ്പെക്ട്സും ഇൻകം ടാക്സ്, കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നീ ബ്രാഞ്ചുകളിലെ പേ ഗ്രേഡും ഡെസിഗ്നേഷൻസും ആ സമയത്ത് IRS ഓഫീസർക്ക് ലഭിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിലുള്ള പൊസിഷനും എന്താണ് എന്നാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത സെഷനിൽ ഇന്ത്യൻ റവന്യൂ സർവീസിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് നമുക്ക് പരിചയപ്പെടാം. ടിൽ ദെൻ ബൈ.